ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുവൈറ്റ് ഒമോച്ചിലോട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 പോയിന്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ആ 5 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുവൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രോമെട്രിക് എക്സാം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രോമെട്രിക് എക്സാം നമ്മൾ പാസ്സാകണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരാണ് അത് ചോദിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് സാലറിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കോൺടാക്റ്റിന്റെ പ്രസന്റ്ലി മെയിൽ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഈ ഒരു GNM നേഴ്സാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ടാണോ, അതോ നിങ്ങൾക്ക് നേഴ്സായിട്ട് തന്നെയുള്ള വിസയും കാര്യങ്ങളൊക്കെ കിട്ടുമോ? അങ്ങനെ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അതുപോലെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, PCC എപ്പോൾ എടുക്കണമെന്നും PCC എപ്പോഴാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, എവിടെ കൊടുത്താണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട് 5ാമത്തെ പോയിന്റ് മെയിനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പ്രോമെട്രിക് എക്സാം എഴുതണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുവൈറ്റിലോട്ട് വരണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു നേഴ്സ് ആണെങ്കിൽ പ്രോമെട്രിക് എക്സാം എന്തായാലും വേണം. നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിലേ കുവൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിന്റെ ഗവൺമെന്റ് ആണ്, മിനിസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്നത് കുവൈറ്റ് മിനിസ്ട്രി സ്റ്റാഫ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോമെട്രി എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണ്. പ്രോമെട്രി പകരം നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈസൻസ് കിട്ടുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ ലൈസൻസിന് വേണ്ടിയിട്ട് അവർ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നതാണ്. അതിനൊരു മെഡിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് ചെയ്ത് നമ്മൾ മെഡിക്കൽ ലൈസൻസ് നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ലൈസൻസ് നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. ആ ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് മിനിസ്ട്രിയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ 2ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ ഞാൻ നമ്മുടെ പലർക്കും കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്താണ് എന്നറിയാത്തവർ മനസ്സിലാക്കുക. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന അവരുടെ ലെറ്റർ പാഡിൽ അവർ സീലും സൈനും ചെയ്ത് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് നമുക്ക് കിട്ടേണ്ടത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്കിൽ നമുക്ക് എത്ര % മാർക്ക് ഉണ്ടായിരുന്നെന്നും, അതുപോലെ തന്നെ നമ്മൾ ഏത് ഗ്രേഡിലാണ് നമ്മൾ പാസ് ഔട്ട് ആയതെന്നും, അതുപോലെ നമ്മുടെ പെർഫോമൻസിന്റെ ലെവല് ഗുഡ് ആയിരുന്നോ, വെരി ഗുഡ് ആയിരുന്നോ, അതിൽ എക്സലന്റ് ആയിരുന്നോ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റിന് കുവൈറ്റിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ സാലറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. നമ്മുടെ സാലറിയുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിറങ്ങിയ സ്റ്റാഫ് ഒരു A ഗ്രേഡിൽ പഠിച്ചിറങ്ങിയ സ്റ്റാഫാണെന്നും, അതുപോലെ നമുക്ക് ഒരു 10 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്നത് A ഗ്രൂപ്പിലായിരിക്കാം അല്ലെങ്കിൽ A ഗ്രേഡിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഏരിയ ആയിരിക്കാം. കുവൈറ്റിൽ 2 തരത്തിലുള്ള ഗ്രേഡാണ് നിലവിലുള്ളത്, A ഗ്രേഡും B ഗ്രേഡും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു B ഗ്രേഡ് നേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ ക്ലിനിക്കുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് കുവൈറ്റിലുള്ളത്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ഇതുവരെ മേടിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കാൻ ശ്രമിക്കുക. ഈ അടുത്ത കാലത്ത് ലോകം കോൺടാക്റ്റിന്റെ മെയിൽ കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ റിപ്ലൈ കൊടുക്കുന്നത്, ഞാൻ അവർക്ക് താങ്ക്സ് ഉള്ള മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊരു മെയിലിന് റിപ്ലൈ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് നീട്ടി വലിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ചെയ്യേണ്ടത് ആ വന്നിരിക്കുന്ന നിങ്ങളുടെ ലോകം കോൺടാക്റ്റിന്റെ മെയിലിന് തന്നെ ആ റിപ്ലൈ ബട്ടൺ സെലക്ട് ചെയ്ത് അതിൽ തന്നെ നിങ്ങളുടെ ഈ പാസ്പോർട്ടിന്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പാസ്പോർട്ടിന്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിനു മുമ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് ഓടിച്ചു പറയാം. നിങ്ങളുടെ ഫ്രണ്ട് ആൻഡ് ബാക്കിന്റെ ക്ലിയർ ആയിട്ടുള്ള കോപ്പി, അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ക്ലിയർ ആയിട്ട് തെളിയുന്ന കോപ്പി വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പാസ്പോർട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഓർക്കുക, വൺസ് ഈ പാസ്പോർട്ട് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് വിസയുടെ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് വളരെ പാടായിട്ടുള്ള കാര്യമാണ്. കാര്യം അവർ ഓൾറെഡി നമ്മളോട് സെലക്ട് ആകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ വാലിഡിറ്റി 2 year ഉള്ള പാസ്പോർട്ട് അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 year വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് നിങ്ങൾ സെലക്ഷൻ മെയിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. 1 monthനുള്ളിൽ തന്നെ ഈ റിപ്ലൈ മെയിൽ അവർക്ക് കൊടുക്കാനായിട്ട് മറക്കാതിരിക്കുക. എപ്പോഴാണ് PCC എടുക്കേണ്ടത്, PCC അറ്റസ്റ്റേഷൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ്, ഞാൻ ഇപ്പം തന്നെ PCC എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരെ ഇപ്പം തന്നെ PCC എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരിലേക്കാണ് ഈ 4ാമത്തെ പോയിന്റ് പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, PCCക്ക് വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്.
ഇന്ത്യയിൽ അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മാസത്തെ വാലിഡിറ്റി ആണുള്ളത്. കുവൈറ്റിൽ അതിന് 3 മാസത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ PCC ഒക്കെ നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റിയിൽ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ചില ഏജൻസികളൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വൺസ് അത് നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി, വിസയുടെ വാലിഡിറ്റി വരെ വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിവേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ താഴെ കമന്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും. എനിവേ എൻ്റെ അറിവിലുള്ള ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ വന്നതിന് ശേഷം നിങ്ങൾ PCC എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. PCC അറ്റസ്റ്റേഷൻ ചെയ്ത് കിട്ടാനായിട്ട് വെറും 10-15 ദിവസം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GNM നേഴ്സസിനെ കുറിച്ചിട്ടാണ്. GNM നേഴ്സസിനെ എടുത്തിരിക്കുന്നത് അസിസ്റ്റന്റ് നേഴ്സുമാരാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന മെയിൽ, അതായത് സെലക്ഷൻ മെയിലിൽ അവർ പറയുന്നുണ്ട് ചിലരെയൊക്കെ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നവരിലും ഇതുപോലെ അസിസ്റ്റന്റ് നേഴ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ GNM നേഴ്സസിനെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ട് തന്നെയാണ്. അതായത് നമുക്ക് GNM ഇന്ത്യയിൽ 10 ഇയറിന്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ, പഠിച്ചിറങ്ങി നമുക്ക് 10 ഇയറിന്റെ എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അത് പോയിട്ട് നമുക്ക് 10 ഇയറിൽ താഴെയാണ് എക്സ്പീരിയൻസ് എങ്കിൽ നമ്മളെ അവർ കണക്കാക്കുന്നത് അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് കുവൈറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുവൈറ്റിൽ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളെ അവർ കൺസിഡർ ചെയ്യുക നേഴ്സായിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നത് അസിസ്റ്റന്റ് നേഴ്സായിട്ട് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 10 ഇയറിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നതിന് ശേഷം ഈ അസിസ്റ്റന്റ് നേഴ്സിന്റെ പോസ്റ്റ് മാറ്റി കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് തോന്നുന്നു. പ്രസന്റ്ലി അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് നേഴ്സ് ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ വെറി ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഒരു കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലിയെല്ലാം സെയിം തന്നെയാണ്. സാലറിയിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാനായിട്ട് വഴിയില്ല. ഒരുപാട് നേഴ്സുമാർ സ്റ്റിൽ വർക്കിംഗ് ചെയ്യുന്നവരാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇപ്പോൾ കുവൈറ്റ് എമോച്ചിലോട്ടൊക്കെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചോദിക്കുന്നുണ്ട് ഈ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടുന്നില്ല. സ്റ്റിൽ വർക്കിംഗ് നമുക്ക് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് ഓടിച്ച് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രസന്റ്ലി ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? 28 ആണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28 ആണ്. 28-ലാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളത്, അതായത് നമുക്ക് നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ 28 എന്ന് പറഞ്ഞ ഡേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന ആ ഡേറ്റ് ഇല്ലേ, ആ ഡേറ്റ് നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്തതായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. സ്റ്റിൽ വർക്കിംഗ് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നവർക്ക് പറയാനുള്ളത് സ്റ്റിൽ വർക്കിംഗ് വാലിഡ് തന്നെയാണ്. അത് അറ്റസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു കേട്ടോ. ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് വേറൊന്നുമല്ല, നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഈ പറഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങളെ തേടി എത്തത്തുള്ളൂ. ഇതൊരു കുട്ടികളെയായിട്ട് നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. ഇതേ സമയം ഇവിടെ ഒരുപാട് രാത്രിയായി തുടങ്ങി. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ തൊട്ടടുത്തുള്ള ബീച്ചിലൊക്കെ വന്ന് നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു 100 ലൈക്കെങ്കിലും ഞാൻ ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളത് തരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഗുഡ് ബൈ.